ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു ഏത്തക്കായുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഏത്തക്കായ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇതൊരു ചെറിയ ഒരു കൊലയായിരുന്നു. പക്ഷെ വിളഞ്ഞിട്ടില്ല കേട്ടോ, വേറെ പിഞ്ചാണ് കായ. സാധാരണ നമ്മൾ പിഞ്ച് കാ കണ്ട നമ്മൾ എടുക്കാറില്ല, എടുത്ത് കളയും. ഇന്നലെ ഞാനിതിൻ്റെ കുറച്ചെടുത്ത് തോരൻ വെച്ച് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പിഞ്ച് കായ കിട്ടിയാൽ ഇനി കളയരുത് കേട്ടോ. ഇനി നമുക്കിതിനെ തൊലിയൊന്നും കളയണ്ട. അതിന് രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. പിന്നെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഇതിനകത്ത് കറയുണ്ടല്ലോ, കറയുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ വെള്ളത്തിലേക്ക് ഇത് അരിഞ്ഞിടുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ കുറച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം. നല്ലത് ഈ പരുവത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. ബാക്കി ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ കായെല്ലാം എന്താ അരിഞ്ഞെടുത്തിട്ടുണ്ട്, വെള്ളത്തിലിട്ടിരിക്കുകയാണ്. ഇനി 2-3 വെള്ളത്തിൽ ഇതിനെ ഒന്ന് കഴുകിയെടുക്കണം. അതിൻ്റെ കറയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇതിൻ്റെ അരപ്പ് നോക്കാം. അതിനായിട്ട് ഒരു മുറി തേങ്ങ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, ഒരു 4 പച്ചമുളക്, ഒരു 4 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് പയർ ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പയർ വേവിക്കുമ്പം വെന്ത് പോകാതെ നോക്കണം. ഇനി തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കൊരു 2-3 ഉണക്കമുളക് ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് ഒന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കായ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് സാധിച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം മതി, പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പയർ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് കായ ഒന്ന് വെന്ത് വരട്ടെ. വെന്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പയറിട്ട് കൊടുക്കാം. അപ്പോൾ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ പകുതി വറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് പയർ കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റിക്കിട്ടും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഏത്തക്കായ ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പ്രോട്ടീൻ റിച്ചായ ഒരു തോരനാണ്. ഈ തോരൻ മാത്രം നമുക്ക് വാരി കഴിക്കാം, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ കഞ്ഞീൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു തോരനാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.